മഹിമയേഴും പരമേശ പാഹി മാമേശു മഹേശ. മഹിമയേഴും പരമേശ പാഹി മാമേശു മഹേശ. ക്രൂശിലേറെയ്ത്തമൻ ജീവനാധാരമേ, നാശലോകം വെടിഞ്ഞോടാം ആശയോടേശുവെ നേടാം. നാശലോകം വെടിഞ്ഞോടാം ആശയോടേശുവെ നേടാം. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ പ്രഭാതത്തെ ഓർത്തടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. രാത്രികാലം അല്പസമയം ഉറങ്ങുവാനും ഉണരുവാനും കർത്താവിനെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും അവിടുന്ന് തന്ന നല്ല ദിവസത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും അടിയങ്ങൾക്ക് ആവശ്യമാണ്. എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചൻ ദാനമായി നൽകേണ്ടതിനായി അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇതുവരെയും ഞങ്ങളെ കാത്തു സൂക്ഷിച്ചു പരിപാലിച്ചു നടത്തിയ എല്ലാ വിധങ്ങൾക്കായി നന്ദി പറയുക. വീണ്ടും അവിടുന്ന് ഞങ്ങളെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ജീവനും ഭക്തിയും വേണ്ടതെന്ന് പോഷിപ്പിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും ഏൽപ്പിക്കുന്നു. എൻ്റെ പ്രാർത്ഥന ചോദിച്ച എല്ലാ പ്രിയ മക്കളെയും ഏൽപ്പിക്കുന്നു. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്നവരെ ജീവിതങ്ങളെയും ഏൽപ്പിക്കുന്നു കർത്താവേ. ഈ കുടുംബത്തിലെ എല്ലാ മക്കളെയും പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കും. ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ വിഷയത്തെ സമർപ്പിക്കുകയാണ്. തമ്പുരാനെ, ഞങ്ങളെ ഉള്ളതുപോലെ കാണുന്നല്ലോ, ഉള്ളതുപോലെ അറിയുന്നല്ലോ. നന്ദി അപ്പ, നന്ദി നന്ദി കർത്താവേ. അവിടുന്ന് ഞങ്ങളെ കരുതുന്ന ദൈവമാകിയാൽ സ്തോത്രം. ഞങ്ങളെ സൂക്ഷിച്ച് പരിപാലിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം തന്നെ നിങ്ങളെ പോറ്റിപ്പുലർത്തുന്ന ദൈവമാകിയാൽ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ സകല ചിന്താഗതികളും എൻ്റെ അപ്പൻ്റെ മേലിട്ട് തരിക. ഞങ്ങളുടെ ഭാരം ചുമക്കാവുന്ന വാക്ക് പറഞ്ഞ കർത്താവ് നല്ലവനായി വലിയവനായി കൂടിയിരുന്ന് ഞങ്ങളെ സഹായിച്ചു തോർത്ത് സ്തോത്രം. പിന്നെയും കരുതുവാൻ സർവ്വശക്തന ബലമുള്ള കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെ എത്ര കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളി ദാനമായി തന്ന കുഞ്ഞുങ്ങൾ, അവരുടെ ഭാവി, അവരുടെ പഠനം, അവരുടെ ജയം എല്ലാം അപ്പച്ചൻ്റെ പക്കല. കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, കർത്താവ് ജോലി ചെയ്യുന്ന മക്കൾ, പഠിക്കുന്ന ഹാലിലെ മക്കൾ, വിദേശ രാജ്യങ്ങളിലായിരിക്കുന്നവരെല്ലാം ഞങ്ങൾ ഓർക്കുകയാണ് കർത്താവ്. എല്ലാവരെയും അനുഗ്രഹിക്കണേ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണേ. സൗഖ്യത്തോടെ കാത്തോണേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ. ജയത്തോടെ നടത്തണമേ. ജോലിയിലായിരിക്കുന്ന മക്കളെ കാത്തോണേ കർത്താവ്. കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കളെ കാത്തോണേ കർത്താവ്. കുടുംബജീവിതം ആഗ്രഹിക്കുന്ന മക്കളെ സമർപ്പിക്കും. തക്ക തുണിയൊരുക്കി അവരുടെ വിവാഹം നടക്കണം. തലമുറയില്ലാത്ത ദമ്പതിമാർക്ക് തലമുറകളെ കൊടുത്ത് അനുഗ്രഹിക്കണം. ഗർഭിണികളായിരിക്കുന്ന മക്കളെ ഉള്ളം കരുത്തിൽ വഹിച്ചു കൊള്ളണം. ഈ സമയം കർത്താവെ, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിക്കുന്ന നാഥ, യുവജന്മാർക്ക് ഇത്ര വഴിവാതിൽ തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ ജോലിയിലേക്കൊക്കെ പ്രവേശിക്കാൻ ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ. അത്ഭുതത്തിൻ്റെ വഴി തുറന്നു കൊടുത്ത് അവരെ മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആഗ്രഹിച്ചതിലും നനച്ചതിലും അത്യന്തപരമായ സ്വർഗം നൽകിക്കൊടുക്കാൻ സർവ്വസമ്പന്നനാകിയാൽ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന വഴിവാതിൽ തുറന്നു കൊടുത്തവരെ മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ സമയം ഹാലിൽ എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയമക്കളെ ഉള്ളംകരത്തിൽ വഹിക്കുകയാണ്. ഉള്ളതുപോലെ കാണുന്ന അപ്പച്ചൻ, ഉള്ളതുപോലെ അറിയാവുന്ന അപ്പൻ അവിടുന്ന് ആകിയാൽ അതാ തൻ്റെ കുഞ്ഞുങ്ങളുടെ ആഗ്രഹങ്ങളെ നിവർത്തിക്കണമേ. ആവശ്യങ്ങൾ അറിഞ്ഞു കരുതണമേ. സ്വർഗം അത്ഭുതങ്ങളെ ചെയ്യണമേ എന്നടിയൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ കർത്താവെ. അപ്പോൾ ഈ സമയം കുടുംബജീവിതത്തിൽ സമാധാനമില്ലാത്ത പ്രിയമക്കളെ സമർപ്പിക്കുന്നു കർത്താവെ. മദ്യപാനത്തിൻ്റെ ഹല്ലേലൂയ കർത്താവ് പിടിയിലായിരിക്കുന്ന കുടുംബങ്ങളുണ്ട്. അവരെ ചൊല്ലി വേദനിക്കുന്ന കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ടൊരു മാതാപിതാക്കളൊക്കെ ഉണ്ടപ്പാ. അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് കർത്താവെ. ലഹരിക്ക് അടിമപ്പെട്ടവരുണ്ടപ്പാ. ഫോണിന് അടിമപ്പെട്ടവരുണ്ട്. കൂട്ടുകാർക്ക് അടിമപ്പെട്ടവരുണ്ട് കർത്താവെ. കുടുംബത്തെക്കുറിച്ച് ഉത്തരവാദിത്വ ബോധമില്ലാത്തവരുണ്ട് കർത്താവെ. എൻ്റെ ദൈവം മനസ്സലിയണം, കരുണ കാണിക്കണം. കരയുന്ന പ്രിയപ്പെട്ടവരോട് മനസ്സലിയണം, കരുണ കാണിക്കണം. അവരുടെ കണ്ണുനീരിന് മറികടക്കല്ലേ അപ്പ. മാനസാന്തരം നൽകി ഓരോ കുടുംബജീവിതത്തെയും മാനിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സന്തോഷമുള്ള ജീവിതം നയിപ്പാൻ ഇടയാക്കണേ. ഛിന്നഭിന്നമായിപ്പാൻ അനുവദിക്കല്ലേ തമ്പുരാനെ. സ്വസ്ഥതയോടെ ജീവിപ്പാൻ ഇടയാക്കണേ കർത്താവ്. പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു കർത്താവെ. സ്തോത്രം സ്തോത്രം. ഈ സമയഹാലിൽ യാത്ര ചെയ്യുന്ന എല്ലാ മക്കളെയും ഓർക്കുന്നു. പുതുപൈസിൽ പ്രവേശിച്ച മക്കളെ ഓർക്കുന്നു. കുടുംബജീവിതത്തിൽ പുതുവർഷക്കാലം പ്രവേശിച്ചവരെ ഏൽപ്പിക്കുന്നു. പുതിയ നന്മകളും സന്തോഷങ്ങളും സമാധാനങ്ങളും സൗഖ്യങ്ങളും ഓരോരുത്തർക്കും കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
ദൈവമായ കർത്താവെ, ഞങ്ങളുടെ രോഗികളുമായി തിരുമുൻപാകെ കടന്നു വരുന്നപ്പാ. ആശുപത്രി മുറികളിലും ഭവനങ്ങളിലും സൗഖ്യം കാത്ത് കിടക്കുന്നവരുണ്ട്. ഐസിയിലും സിസിയിലും വെന്റിലേറ്ററിലും കിടക്കുന്നവരുണ്ട്. എൻ്റെ അരുമനാഥൻ്റെ തങ്കക്കാരം ഓരോ മക്കളെയും ചേർത്ത് വെച്ച് മതിയാകുന്നു പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രത്യേകിച്ച് എൻ്റെ പ്രാർത്ഥന ചോദിച്ച പ്രിയ ജീവിതങ്ങളൊക്കെ ഉണ്ടപ്പാ. ശാരീരികമായ പല അസ്വസ്ഥതകളുടെ നടുവിൽ കൂടി ആശുപത്രിയിൽ അഡ്മിറ്റായിരിക്കുന്ന ജീവിതങ്ങളെ ഏൽപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് കർത്താവെ, ശാരീരികമായി വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജീവിതങ്ങളൊക്കെ ഉണ്ടപ്പാ. എൻ്റെ അപ്പൻ്റെ ആണിപ്പഴുതുള്ള കരമെന്ന് വയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതിവേദനയിൽ കൂടി കടന്നു പോകുന്നവരുണ്ട്. ശരീരമാസകലം നീർക്കെട്ട് അനുഭവിക്കുന്നവരുണ്ട്. ശ്വാസതടസ്സത്താൽ ഭാരപ്പെടുന്നവരുണ്ട്. ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ കർത്താവേ, ഹല്ലേലൂയ കർത്താവേ, നിലയൊക്കെയും വഷളായി കിടക്കുന്ന ജീവിതത്തെ തിരുസന്നിൽ സമർപ്പിക്കുന്നു നാഥാ. മനസ്സലിവും കരുണയുമുള്ള ദൈവമേ, കഷ്ടത്തിലാക്കരുത് നടിയനങ്ങിയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സൗഖ്യം ഓരോ മക്കൾക്കും നൽകണം നടിയനങ്ങിയോട് പ്രാർത്ഥിക്കുന്നു. ആരോരും സഹായമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. വാർദ്ധക്യ സഹജമായി തനിയെ ഭവനത്തിലുള്ളവരുണ്ട് കർത്താവേ. എന്നാൽ സ്വന്തം കാര്യം ചെയ്തെടുക്കാനുള്ള ബലം കൊടുക്കണം. അതിവേദനയിൽ നിന്ന് വിടുവിക്കണം. പൂർണ്ണ സൗഖ്യം നൽകണമേ കർത്താവേ. പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു നാഥ, പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു കർത്താവേ. എൻ്റെ ദൈവമേ, വയറ്റിൽ മൊഴിയാൽ ഭാരപ്പെടുന്ന ജീവിതങ്ങളുണ്ട് കർത്താവേ. ബ്ലീഡിങ്ങിനാൽ ഭാരപ്പെടുന്ന ജീവിതങ്ങളുണ്ട് കർത്താവേ. കാഴ്ചയില്ലാത്ത ജീവിതങ്ങളുണ്ട് കർത്താവേ. ഒരു ഭവനത്തിൽ അമ്മയും മകനും കാഴ്ചയില്ലാതെ ഭാരപ്പെടുന്ന കർത്താവേ, എൻ്റെ ദൈവമായ കർത്താവിൻ്റെ കരങ്ങളിലോട്ട് ഏൽപ്പിച്ചു തരിക കർത്താവേ. അപ്പോൾ ഈ സമയം ഹല്ലേലൂയ, കേൾവിയില്ലാത്തവർ, ഓർമ്മയില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവർ, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവർ, ഹല്ലേലൂയ, മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയും ഉള്ളവർ കർത്താവേ, ഹല്ലേലൂയ. അപ്പോൾ നിൻ്റെ വാണിപ്പഴുതുള്ള കരം വയ്ക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിന് ലിവറിനും കുഴപ്പമുള്ളവർ, ബൈപ്പാസ് സർജറിക്കായിട്ട് ഒരുങ്ങുന്നവർ, സർജറി കഴിഞ്ഞ് വിശ്രമിക്കുന്നവർ കർത്താവ്, എല്ലാവരെയും സമർപ്പിക്കുന്ന കർത്താവ്. പല്ലിൻ്റെ വേദനയാൽ, ചെവിയുടെ വേദനയാൽ ഭാരമുള്ളവർ, ഇൻഫെക്ഷനാൽ ഭാരപ്പെടുന്നൊരു കർത്താവ്, സ്തോത്രം. യൂറിക് ആസിഡും ക്രിയാറ്റിനുമുള്ളവർ കർത്താവ്, തൈറോയിഡുള്ളവർ, ആസ്മയുള്ളവർ, അലർജിയുള്ളവർ, ത്വക്ക് സംബന്ധമായ രോഗമുള്ളവർ, തലമുടി മുഴുവനും കൊഴിഞ്ഞു പോകുന്ന ജീവിതങ്ങൾ, ഉറക്കമില്ലാത്ത ജീവിതങ്ങൾ എല്ലാം തിരുസന്നിൽ സമർപ്പിക്കുന്ന കർത്താവ്. എൻ്റെ ദൈവമായ കർത്താവിൻ്റെ ഹല്ലേലൂയ ആണിപ്പഴുതുള്ള കരം ഓരോ മക്കളെയും തൊട്ട് സുഖപ്പെടുത്തണമേ നടിയനങ്ങിയോട് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ദൈവമായ കർത്താവേ, ഹല്ലേലൂയ, അങ്ങ് തൊട്ടൊരു പങ്കെത്തൊട്ടൊരു വിടുതൽ പ്രാപിക്കാതെ പോയിട്ടില്ലപ്പാ. അങ്ങയുടെ വിടുതൽ ഓരോ മക്കൾക്കും നൽകണമേ കർത്താവേ. ഭയങ്കരമായ കഷ്ടങ്ങളിൽ നിന്ന് വീണ്ടെടുത്തേ മതിയാകും നടിയനങ്ങിയോട് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഹല്ലേലൂയ, സ്തോത്രം അപ്പാ. എൻ്റെ ദൈവമായ കർത്താവിൻ്റെ സൗഖ്യം ഓരോ മക്കൾക്കും നൽകിയിട്ട് പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു. ദൈവമായ കർത്താവെ, വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കുന്ന കുടുംബങ്ങളുണ്ട്. കടഭാരത്താൽ വലയുന്നവരുണ്ട് അപ്പാ. സ്തോത്രം. നീറുന്ന വേദനകളിൽ കൂടി കടന്നു പോകുന്നവരുണ്ട്. പല വിഷയങ്ങളുടെ നടുവിൽ ഞരങ്ങുന്ന ജീവിതങ്ങളുണ്ട്. ആരോടും പറയാൻ മേലാത്ത സങ്കടങ്ങളുള്ളിൽ ഒതുക്കി ജീവിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ. ഉള്ളതുപോലെ കാണുന്നവൻ അവിടുന്ന്, അറിയുന്നവൻ അവിടുന്ന്. എൻ്റെ കർത്താവ് മനസ്സറിവും കാരണയും ദീർഘക്ഷമയുമുള്ള ദൈവമാകിയാൽ ഓരോ മക്കളുടെ മേലും അവിടുത്തെ കാര്യം, സൗഖ്യത്തിൻ്റെ കാര്യം, സമാധാനത്തിൻ്റെ സമൃദ്ധിയുടെയും കാര്യം നീട്ടി ഓരോരുത്തരെയും മാനിക്കണമെന്ന് അടിയനങ്ങിയോട് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അഖിലാണ്ടത്തിൻ്റെ ഉടയവനെ, നീ ഉള്ളതുപോലെ അറിയുന്നവനാ. സ്തോത്രം. കരയുന്ന തൻ്റെ കുഞ്ഞുങ്ങളുടെ കണ്ണുനീരിനെ തുടയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന എല്ലാ ദൈവകൃപയും അനുഗ്രഹം തന്ന് ഞങ്ങളെ പരിപാലിക്കണം. പാപം കൂടാതെ ജീവിപ്പാൻ ഇടയാക്കണം. അങ്ങയുടെ ഇഷ്ടം ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണം. അങ്ങേ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ ഇന്ന് പകൽക്കാലം ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം അങ്ങയുടെ നാമം മഹത്വപ്പെടാൻ സഹായിച്ചാട്ട് ഞങ്ങളുടെ വിജയമാർഗ്ഗം ഏൽപ്പിക്കുന്നു കർത്താവ്. വാഴ്ത്തി അനുഗ്രഹിക്കണം. വാഹനം ഓടിക്കുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കുന്നു. ഓരോ മക്കളെയും സ്റ്റിയറിങ്ങിൽ കർത്താവിൻ്റെ കാര്യം ചേർത്ത് പിടിച്ചോണം. ആപത്തിൽ നിന്ന്, അപകടത്തിൽ നിന്നെല്ലാം വിടുവിക്കണേ. ഞങ്ങളുടെ പട്ടക്കാർ, മേൽപ്പട്ടക്കാർ, ദേവാലയങ്ങൾ, സുവിശേഷ വേലക്കാരെ എല്ലാം ഓർക്കുന്നു. ഭരണകർത്താക്കളെ സമർപ്പിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണം. കാത്തുകൊള്ളണം. കൃപയിൽ പൊതിയണം. യാത്ര ചെയ്യുന്ന ഓരോ മക്കളെയും കാത്തുകൊള്ളണം. എല്ലാം ദൈവനാമം മഹത്വപ്പെടാൻ സഹായിക്കണം. പ്രാർത്ഥനയെ കേട്ട ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം.